ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കറണ്ട് അഫെയറിൻ്റെ മറ്റൊരു സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം. അപ്പോൾ ഇനി വരാൻ പോകുന്ന LDC LGS മെയിൻസ് അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ പ്രിലിംസ് മെയിൻസ് എക്സാമിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് ഈ കറണ്ട് അഫെയർ എന്ന് പറയുന്നത്. നിരവധി മാർക്കിന്, ഏകദേശം 20ഓളം മാർക്കിനാണ് LDCയുടെ സിലബസിൽ കറണ്ട് അഫെയർ ഉള്ളത്. അപ്പോൾ 2023-22 കാലഘട്ടത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയർ വസ്തുക്കളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു സീരീസ് ഇനി കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഈ ചാനലിലൂടെ നൽകുന്നതായിരിക്കും. അപ്പോൾ ഫോബ്സ് മാഗസിൻ പ്രസിദ്ധീകരിച്ച ലോകത്തെ കരുത്തുറ്റ വനിതകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ വനിതകൾ ആരെല്ലാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ 32ാമത്തെ റാങ്ക്, റോഷ്നി നാടാർ മൽഹോത്ര, HCL കോർപ്പറേഷൻ CEO സോമ മുൻഡാൽ, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ചെയർപേഴ്സൺ കിരൺ മഞ്ജുദാർ ഷാ, ബയോകോൺ സ്ഥാപക, യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെയിൻ ലെയ്നാണ് 1ാം റാങ്ക്. അപ്പോൾ ഫോബ്സ് മാഗസിൻ പ്രസിദ്ധീകരിച്ച ലോകത്തെ കരുത്തുറ്റ വനിതകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ വനിതകൾ ആരൊക്കെ? കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ 32ാം റാങ്ക്, റോഷ്നി നാടാർ മൽഹോത്ര, HCL കോർപ്പറേഷൻ CEO സോമ മുൻഡാൽ, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ചെയർപേഴ്സൺ കിരൺ മഞ്ജുദാർ ഷാ, ബയോകോൺ സ്ഥാപക എന്നിവരെ നമ്മൾ ഓർത്തിരിക്കണം. ചോദ്യങ്ങൾ വരും. അപ്പോൾ ആരൊക്കെയാണ് ഇതിലുള്ളത്, ഇല്ലാത്തത് എന്നൊക്കെ ചോദിച്ചിട്ട് ചോദ്യങ്ങൾ വരും. അടുത്ത്, ആഗോളതലത്തിലെ ഏറ്റവും മികച്ച കേന്ദ്ര ബാങ്കറായി തിരഞ്ഞെടുത്ത് ആരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഗോളതലത്തിലെ ഏറ്റവും മികച്ച കേന്ദ്ര ബാങ്കറായി തിരഞ്ഞെടുത്ത് ആരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത് ദാസ്. ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ്റെ റിപ്പോർട്ടിലാണ് അംഗീകാരം. അപ്പോൾ ആഗോളതലത്തിലെ ഏറ്റവും മികച്ച കേന്ദ്ര ബാങ്കറായി തിരഞ്ഞെടുത്ത വ്യക്തിയാണ് ആര് റിസർവ് ബാങ്ക് ഗവർണറായിട്ടുള്ള ശക്തികാന്ത് ദാസ്. ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ്റെ റിപ്പോർട്ടിലാണ് അംഗീകാരം. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ ജീവിതകഥ പറയുന്ന പുസ്തകമാണ് ദ്രൗപദി മുർമു ഫ്രം ട്രൈബൽ ഹിൻറ്റർ ലാൻഡ്സ് ടു റെയ്സിന ഹിൽ. അപ്പോൾ റെയ്സിന ഹിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം രാഷ്ട്രപതി ഭവനാണ്. അപ്പോൾ ദ്രൗപദി മുർമു ഫ്രം ട്രൈബൽ ഹിൻറ്റർ ലാൻഡ്സ് ടു റെയ്സിന ഹിൽ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ ജീവിതകഥ പറയുന്ന പുസ്തകമാണ് ദ്രൗപദി മുർമു ഫ്രം ട്രൈബൽ ഹിൻറ്റർ ലാൻഡ് ടു റെയ്സിന ഹിൽ. G20 ഇന്ത്യ അധ്യക്ഷത വഹിച്ച 2023 18ാമത് G20 ഉച്ചകോടിയുടെ ആപ്തവാക്യം എന്തായിരുന്നു ചോദിച്ചാൽ അത് വസുദൈവ കുടുംബകമാണ്. വസുദൈവ കുടുംബകം ചോദ്യം വരും, എക്സ്പെക്ട് ചെയ്യണം. കാര്യം ന്യൂഡൽഹി ആയിരുന്നു വേദി. അപ്പോൾ ഇന്ത്യ അധ്യക്ഷത വഹിച്ച 2023 18ാമത് G20 ഉച്ചകോടിയുടെ ആപ്തവാക്യമാണ് വസുദൈവ കുടുംബകം എന്ന് ഓർത്തിരിക്കുക. ഇന്ത്യയിൽ ആദ്യമായി അഗ്രികൾച്ചറൽ ഡാറ്റ എക്സ്ചേഞ്ച് ആരംഭിച്ച സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെലങ്കാനയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് അഗ്രികൾച്ചറൽ ഡാറ്റ എക്സ്ചേഞ്ച് ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? തെലങ്കാന. അഗ്രികൾച്ചർ ഡാറ്റ എക്സ്ചേഞ്ച് ആരംഭിച്ച സംസ്ഥാനം. ഇന്ത്യയുടെ പഴയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ പുതിയ പേരെന്താ ചോദിച്ചാൽ സംവിധാൻ സദൻ. അപ്പോൾ ഇന്ത്യയുടെ പഴയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ പുതിയ പേര്, അപ്പോൾ പഴയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ പുതിയ പേരാണ് സംവിധാൻ സദൻ. അപ്പോൾ സംവിധാൻ സദൻ എന്താണ്? പഴയ പാർലമെൻറ്റിൻ്റെ പുതിയ പേരാണ്. പശ്ചിമ ബംഗാളിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആരാ ചോദിച്ചാൽ നമുക്കറിയാം ദാദാ. ആരാണ്? നമ്മുടെ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റനായിട്ടുള്ള സൗരവ് ഗാംഗുലി. പശ്ചിമ ബംഗാളിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആണ് സൗരവ് ഗാംഗുലി. പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ശ്രേഷ്ഠ പദവി. എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണത് ശ്രേഷ്ഠ പദ്ധതി. അപ്പോൾ വസുദൈവ കുടുംബം ഓർത്തിരിക്കുക. ദ്രൗപദി മുർമു ഫ്രം ട്രൈബൽ ഹിൻറ്റർ ലാൻഡ് ടു റെയ്സിന ഹിൽ ഓർത്തിരിക്കുക. സംവിധാൻ സദൻ എന്ന് പറയുന്നത് നമ്മുടെ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ പുതിയ പേര് ഓർത്തിരിക്കുക. അടുത്തത്, രാജ്യത്തെ ഏറ്റവും ഉയരം കൂടിയ ദേശീയ പതാക എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഞ്ചാബിലെ അഠാരി വാഗ അതിർത്തിയിൽ ഉയർത്തിയതാണ്. 418 അടി ഉയരമാണ് ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത്. രാജ്യത്തെ ഏറ്റവും ഉയരം കൂടിയ ദേശീയ പതാക പഞ്ചാബിലെ അഠാരി വാഗ അതിർത്തിയിൽ ഉയർത്തിയ 418 അടി ഉയരം. സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി CBI രാജ്യവ്യാപകമായി നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ചക്ര 2. അപ്പോൾ ഓപ്പറേഷൻ ചക്ര 2 എന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി CBI രാജ്യവ്യാപകമായി നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ചക്ര 2 എന്ന് പറയുന്നത് ഓർത്തിരിക്കുക. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ടിൽ ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം എന്ന ബഹുമതി തുടർച്ചയായി 3ാം തവണയും ലഭിച്ച നഗരം ഏതാ ചോദിച്ചാൽ അത് കൊൽക്കത്തയാണ്. അപ്പോൾ എന്താണ്? നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ടിൽ ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം എന്ന ബഹുമതി തുടർച്ചയായ 3ാം തവണയും ലഭിച്ച പട്ടണം അല്ലെങ്കിൽ നഗരമാണ് ഏത്? കൊൽക്കത്ത പട്ടണം എന്ന് പറയുന്നത്. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ 126ാം ജന്മവാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി ആൻഡമാൻ നിക്കോബാറിൽ എത്ര ദ്വീപുകൾക്കാണ് യുദ്ധവീരന്മാരുടെ പേരുകൾ നൽകിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 21 ഓർത്തിരിക്കുക. 21. അപ്പോൾ എന്താണ് ചോദ്യം? നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ 126ാം ജന്മവാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി ആൻഡമാൻ നിക്കോബാറിൽ എത്ര ദ്വീപുകൾക്കാണ് യുദ്ധവീരന്മാരുടെ പേരുകൾ നൽകിയതെന്ന് ചോദിച്ചാൽ 21 ദ്വീപുകൾക്കാണ്. ഭാരതത്തിന്റെ ഏത് സേനയുടെ പതാകയാണ് 2023 പുതുക്കിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യോമസേനയുടെ പതാകയാണ്. വ്യോമസേനയുടെ പതാകയാണ്. ഭാരതത്തിന്റെ ഏത് സേനയുടെ പതാകയാണ് 2023 പുതുക്കിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യോമസേന ഓർത്തിരിക്കുക. G20
കൂട്ടായ്മയുടെ അധ്യക്ഷ പദവി ഭാരതം വഹിച്ചത് എന്ന് വരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2023 നവംബർ 30 വരെ. ഡിസംബർ 1 പദവി ബ്രസീൽ ഏറ്റെടുത്തു. അപ്പോൾ പുതിയത് ഇനി അടുത്ത് നടക്കാൻ പോകുന്ന എവിടെയാണ്? ബ്രസീലാണ്. ഓക്കെ അടുത്ത G20 സമ്മേളനം നടക്കാൻ പോകുന്ന എവിടെയാണ്? ബ്രസീലിലായിരിക്കും. അപ്പോൾ 2023 നവംബർ 30 വരെ ഡിസംബർ 1 പദവി ബ്രസീൽ ഏറ്റെടുത്തു. ISROയുടെ പുതിയ ബഹിരാകാശ തുറമുഖം സ്പേസ് സ്പോട്ട് നിർമ്മിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുലശേഖരപട്ടണം, തൂത്തുക്കുടി. അപ്പോൾ ISROയുടെ പുതിയ ബഹിരാകാശ തുറമുഖമായിട്ടുള്ള സ്പേസ് സ്പോട്ട് നിർമ്മിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുലശേഖരപട്ടണം. എവിടെ? തൂത്തുക്കുടിയിലെ കുലശേഖരപട്ടണത്താണ്. ലോക്സഭയിലും അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്കായി 33% സീറ്റുകൾ സംവരണം ചെയ്ത നിയമത്തിൻ്റെ പേര്, അതൊരു പുതിയ നിയമമാണ്. ആ നിയമത്തിൻ്റെ പേരാണ് നാരി ശക്തി വന്ദൻ അധിനിയമം. എന്താണ്? നാരി ശക്തി വന്ദൻ അധിനിയമം. ഒന്നുകൂടി പറയാം. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്കായി 33% സീറ്റുകൾ സംവരണം ചെയ്ത നിയമത്തിൻ്റെ പേരാണ് നാരി ശക്തി വന്ദൻ അധിനിയമം. ഓർത്തിരിക്കുക, ചോദ്യം വരും. രാജ്യത്തെ ആദ്യ ഗ്രീൻ ഹൈഡ്രജൻ ബസ് സർവീസ് ആരംഭിച്ച എവിടെയും ചോദിച്ചാൽ ഡൽഹിയാണ്. ഡൽഹി രാജ്യത്തെ ആദ്യ ഗ്രീൻ ഹൈഡ്രജൻ ബസ് സർവീസ് ആരംഭിച്ച നഗരമാണ് ഡൽഹി. ഓക്കെ, മലയാളി കൂടിയായ മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ TN ശേഷന്റെ ആത്മകഥ മരണാനന്തരം 2023 പുറത്തിറക്കി. എന്താണ് അതിൻ്റെ പേര്? ത്രൂ ദി ബ്രോക്കൺ ഗ്ലാസ്, തകർന്ന ഗ്ലാസ്സിലൂടെ. അപ്പോൾ തകർന്ന ഗ്ലാസ്സിലൂടെ ആരുടെ ആത്മകഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് മലയാളി കൂടിയായ മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? TN ശേഷന്റെ ആത്മകഥ ആണ് ത്രൂ ദി ബ്രോക്കൺ ഗ്ലാസ്, അല്ലെങ്കിൽ തകർന്ന ഗ്ലാസ്സിലൂടെ. ഓർത്തിരിക്കുക. അപ്പോൾ LDC LGS എക്സാം, അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ എക്സാമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട നിരവധി പ്ലേലിസ്റ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒട്ടനവധി ക്ലാസ്സുകളുണ്ട്. ആവശ്യക്കാർക്ക് ക്ലാസ്സുകൾ കണ്ട നോട്ടുകൾ എഴുതാം. ആദ്യമായിട്ട് ആ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അടുത്ത ചോദ്യം, അടുത്ത കറണ്ട് അഫെയർ വിഭാഗത്തിലുള്ള ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊല്ലമാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല കൊല്ലമാണ്. വിദ്യാർത്ഥികൾക്ക് ആർത്തവാവധി അനുവദിച്ച കേരളത്തിലെ ആദ്യ സർവകലാശാലയാണ് കൊച്ചി ശാസ്ത്ര സർവകലാശാല. ചോദ്യം വന്നിട്ടുണ്ട്, കുസാറ്റാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആർത്തവാവധി അനുവദിച്ച കേരളത്തിലെ ആദ്യ സർവകലാശാലയാണ് കുസാറ്റ്, കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല. 2023 ജനുവരിയിൽ ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസിൻ്റെ വേദിയായത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണൂരാണ്. കണ്ണൂർ 2023 ജനുവരിയിൽ ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസിൻ്റെ വേദിയായത് എവിടെയാണ്? കണ്ണൂർ. ഓർത്തിരിക്കുക. കേരളത്തിൻ്റെ ഏത് പദ്ധതിയാണ് തമിഴ്നാട്ടിലെ പുന്നകൈ എന്ന പേരിൽ നടപ്പാക്കാൻ ഒരുങ്ങിയതെന്ന് ചോദിച്ചാൽ മന്ദഹാസം. ഓക്കെ, അപ്പോൾ കേരളത്തിൻ്റെ ഏത് പദ്ധതിയാണ് തമിഴ്നാട്ടിൽ പുന്നകൈ എന്ന പേരിൽ നടപ്പാക്കാൻ ഒരുങ്ങിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മന്ദഹാസം. ന്യൂയോർക്ക് ടൈംസ് തയ്യാറാക്കിയ 2023 ലോകത്ത് കണ്ടിരിക്കേണ്ട 52 ടൂറിസം കേന്ദ്രങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെട്ടത് കേരളമാണ്. 13ാമതാണ് അതിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂയോർക്ക് ടൈംസ് തയ്യാറാക്കിയ 2023 ലോകത്ത് കണ്ടിരിക്കേണ്ട 52 ടൂറിസം കേന്ദ്രങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെട്ടത് ഏതാ ചോദിച്ചാൽ അത് കേരളമാണ്. കേരളം. ഓക്കെ, രാജ്യസഭ നിയന്ത്രിച്ച ആദ്യ നോമിനേറ്റഡ് അംഗമാരാ ചോദിച്ചാൽ അത് PT ഉഷയാണ്. പയ്യോളി എക്സ്പ്രസ് ആയിട്ടുള്ള PT ഉഷയാണ്. ഓർത്തിരിക്കുക. 61ാമത് സ്കൂൾ കലോത്സവത്തിൻ്റെ സ്വർണ്ണക്കപ്പിന് അർഹമായ ജില്ല. ഓക്കെ, അപ്പോൾ സ്കൂൾ കലോത്സവം 61ാമത് കോഴിക്കോടാണ്. നമുക്കറിയാം 62ാമത് സ്കൂൾ കലോത്സവം നടന്നത് കൊല്ലത്താണ്. അവിടെ കണ്ണൂരാണ് ജേതാക്കൾ. ഇവിടെ 61ാമത് സ്കൂൾ കലോത്സവത്തിന് സ്വർണ്ണക്കപ്പിന് അർഹമായ ജില്ലയാണ് കോഴിക്കോട്. എന്നാൽ 62ാമത് നടന്നത് കൊല്ലത്ത്, അതിന് സ്വർണ്ണക്കപ്പ് നേടിയത് കണ്ണൂരാണ്. ഓർത്തിരിക്കാൻ റീസെൻ്റായി നടന്നതാണ്. ഓക്കെ, താഴെ പറയുന്ന സൂചനകളിൽ നിന്ന് എഴുത്തുകാരി തിരിച്ചറിയുക. പ്രശസ്തയായ കന്നഡ നോവലിസ്റ്റ്, വിവർത്തക, ചെറുക്കഥാകൃത്ത് എന്നീ നിലകൾ പ്രശസ്തയാണ്. ചന്ദ്രഗിരിയ തീരാധല്ലി ആണ് ആദ്യ നോവൽ. ഐഷ്രാമ ധല്ലി എന്ന യാത്രാവിവരം എഴുതിയിട്ടുണ്ട്. മാധവിക്കുട്ടിയമ്മ, മനോമി PK ബലക്ഷണ്ട് എന്നിവ ഞാൻ ഉറങ്ങട്ടെ തുടങ്ങിയ നിരവധി കൃതികൾ മലയാളത്തിൽ നിന്നും കന്നഡയിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. ആരാണ്? സാറാ അബൂബക്കർ. കന്നഡയിലെ ആദ്യ മുസ്ലിം എഴുത്തുകാരിയായിട്ടുള്ള സാറാ അബൂബക്കറിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സാറാ അബൂബക്കർ, കന്നഡയിലെ ആദ്യ മുസ്ലിം എഴുത്തുകാരി സാറാ അബൂബക്കർ. ഓർത്തിരിക്കുക. 2021-22 മികച്ച ജില്ലയ്ക്കുള്ള സ്വരാജ് ട്രോഫി നേടിയത് കൊല്ലം ജില്ലയാണ്. മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരമാണ്. 2021-22 കാലഘട്ടം. ഓക്കെ, ഏതാണ് കൊല്ലം ജില്ല? മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പാണ്. മികച്ച മുനിസിപ്പാലിറ്റി തിരൂരങ്ങാടിയാണ്. മികച്ച ഗ്രാമപഞ്ചായത്ത് മുളന്തുരുത്തിയാണ്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക. 2021-22 മികച്ച ജില്ലയ്ക്കുള്ള സ്വരാജ് ട്രോഫി നേടിയ ജില്ല കൊല്ലം, മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം, മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ്, മികച്ച മുനിസിപ്പാലിറ്റി തിരൂരങ്ങാടി, മികച്ച ഗ്രാമപഞ്ചായത്ത് മുളന്തുരുത്തി. ഓക്കെ, ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരളം. ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളമാണ്. കറുപ്പും വെളുപ്പുമായ വർണ്ണങ്ങളും എഴുതിയത് മായാവർണ്ണങ്ങളും എഴുതിയത് ശ്രീകുമാരൻ തമ്പിയാണ്. ഓക്കെ, ചോദ്യങ്ങൾ വരും ചിലപ്പോൾ. കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും എഴുതിയത് ശ്രീകുമാരൻ തമ്പിയാണ്. പരാജയപ്പെട്ട കമ്പോള ദൈവം എന്ന പുസ്തകം എഴുതിയത് നമുക്കറിയാം നമ്മുടെ MP രാജേഷാണ്. MP രാജേഷ് നമ്മുടെ
മന്ത്രിയാണ്. ഓക്കെ, സ്പീക്കറായിരുന്നു, പിന്നീട് മന്ത്രിയായി. ഓക്കെ, MP രാജേഷ്. പരാജയപ്പെട്ട കമ്പോള ദൈവം എന്ന പുസ്തകം എഴുതിയത് MP രാജേഷ്. 2021 മാർച്ച് 30 100 വയസ്സ് പൂർത്തിയായ കേരളത്തിലെ ചരിത്ര നാഴികക്കല്ലായി മാറിയ സംഭവമാണ് വൈക്കം സത്യാഗ്രഹം. ചോദ്യം ഉറപ്പായിട്ട് വരും. 1924 വൈക്കം സത്യാഗ്രഹം നടന്നത്. അപ്പോൾ 2024 അല്ലെങ്കിൽ 2021 മാർച്ച് 30 100 വയസ്സ് പൂർത്തിയായ കേരള ചരിത്രത്തിലെ നാഴിക കല്ലായി മാറിയ സംഭവമാണ് വൈക്കം സത്യാഗ്രഹം. TK മാധവനാണ് നേതൃത്വം കൊടുത്തത്. ഇതൊക്കെ നമുക്കറിയാം. TK മാധവനാണ് നേതൃത്വം കൊടുത്തത്. ഓക്കെ, പാട്ന ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി നിയമിതയായ മലയാളിയാണ് ജസ്റ്റിസ് AK വിനോദ് ചന്ദ്രൻ. അപ്പം നിയമിതനായ പാട്ന ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി നിയമിതനായ മലയാളിയാണ് ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ ഓർത്തിരിക്കുക. ഓക്കെ, വിനോദ് ചന്ദ്രൻ. ഇന്ത്യയിലെ ഏറ്റവും മികച്ച കടുവാ സംരക്ഷണ കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെരിയാർ. കേരളത്തിലെ പെരിയാർ കടുവാ സംരക്ഷണ കേന്ദ്രമാണെന്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച കടുവാ സംരക്ഷണ കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് പെരിയാർ കടുവാ സംരക്ഷണ കേന്ദ്രമാണ്. ഓക്കെ, ഓർത്തിരിക്കുക. ഇടുക്കി ജില്ല. ഓക്കെ, മലയാള സിനിമയിലെ ആദ്യ ഗായികയുടെ 120ാം ജന്മദിനം ഗൂഗിൾ ഡൂഡിൽ ആഘോഷിച്ചിരുന്നു. ആ നായികയുടെ പേരാണ് PK റോസി. എന്താണ് PK റോസി. മലയാള സിനിമയിലെ ആദ്യ നായികയുടെ 120ാം ജന്മദിനം ഗൂഗിൾ ഡൂഡിൽ ആഘോഷിച്ചിരുന്നു. നായികയുടെ പേരാണ് PK റോസി. ഓർത്തിരിക്കുക, PK റോസി. ഓക്കെ, PK റോസി. അപ്പം നമ്മൾ നോക്കുന്നത് കറണ്ട് അഫയർ വസ്തുതകളാണ്. ഒട്ടനവധി മത്സര പരീക്ഷകളിൽ വരാൻ പോകുന്നുണ്ട്. അതിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് കറണ്ട് അഫയർ. അപ്പോൾ മനസ്സിരുത്തി കേൾക്കുക, കാണുക, പഠിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം. കേരളത്തിലെ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ നരേന്ദ്രമോദി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 2023 ഏപ്രിൽ 25-നാണ്. കേരളത്തിൽ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിൽ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് നടത്തുന്ന റൂട്ട് ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ അത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയാണ്. 2023 ഏപ്രിൽ 25 ഈ ഒരു വന്ദേ ഭാരത് എക്സ്പ്രസ് ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്ത കേരളത്തിൽ. ഓക്കെ, വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ട്രെയിനിന്റെ പുതിയ ലോഗോയാണ് കുതിച്ചു ചാടുന്ന ചീറ്റ. എന്താണ് കുതിച്ചു ചാടുന്ന ചീറ്റയാണ് ഇതിന്റെ പുതിയ ലോഗോ എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ എവിടെയെന്ന് ചോദിച്ചാൽ അത് കൊച്ചി വാട്ടർ മെട്രോ. ഓക്കെ, ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ കൊച്ചി വാട്ടർ മെട്രോ. ഓക്കെ, അതും ഉദ്ഘാടനം ചെയ്തതാണ് നരേന്ദ്രമോദി തന്നെയാണ്. 2023 ഗ്ലോബൽ ജീനോം ഇനീഷ്യേറ്റീവ് ഫോർ ഗാർഡൻസ് അവാർഡ് നേടിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാ ചോദിച്ചാൽ പാലോഡ് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക് ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് പാലോട്. എവിടെ? തിരുവനന്തപുരം. ഓർത്തിരിക്കുക. 2023 ഗ്ലോബൽ ജീനോം ഇനീഷ്യേറ്റീവ് ഫോർ ഗാർഡൻസ് അവാർഡ് നേടിയ ഇൻസ്റ്റിറ്റ്യൂട്ട് പാലോട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക് ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഓർത്തിരിക്കുക. ക്ഷേത്ര ആചാരങ്ങൾക്ക് വേണ്ടി റോബോട്ട് ആനയെ ഉപയോഗിച്ച കേരളത്തിലെ ആദ്യത്തെ ക്ഷേത്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇരിഞ്ഞാടപ്പിള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രമാണ്. തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാടപ്പിള്ളി. ഓക്കെ, ശ്രീകൃഷ്ണ ക്ഷേത്രമാണ്. ക്ഷേത്രാചാരങ്ങൾക്ക് വേണ്ടി റോബോട്ട് ആനയെ ഉപയോഗിച്ച കേരളത്തിലെ ആദ്യ ക്ഷേത്രം ഇരിഞ്ഞാടപ്പിള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രം, തൃശ്ശൂർ. G20 ഉച്ചകോടിയുടെ ഭാഗമായി നടന്ന ഷെർപ്പ സമ്മേളനത്തിന് വേദിയായിരുന്ന കേരളത്തിലെ സ്ഥലം ചോദ്യമാണ്. 2023 മത്സര പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്. G20 ഉച്ചകോടിയുടെ ഭാഗമായിട്ടുള്ള ഷെർപ്പ സമ്മേളനത്തിന് വേദിയായ കേരളത്തിലെ സ്ഥലം ഏതാ ചോദിച്ചാൽ അത് കുമരകമാണ്. കുമരകം. ഓർത്തിരിക്കുക. 2023 ആഗോള ആയുർവേദ ഉച്ചകോടി നടന്ന സ്ഥലം എവിടെ ചോദിച്ചാൽ തിരുവനന്തപുരം. ഓക്കെ, അതുപോലെ സംസ്ഥാന യുവജന കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? M ഷാജറാണ്. ചിന്താ ജെറോമിൻ്റെ സ്ഥാനം മാറി. ഇപ്പോൾ ആരാണ്? M ഷാജർ ആണ് സംസ്ഥാന യുവജന കമ്മീഷൻ അധ്യക്ഷൻ. M ഷാജർ. ഓക്കെ, 2023 ആഗോള ആയുർവേദ ഉച്ചകോടി വേദി എവിടെയാണ്? ആഗോള ആയുർവേദ ഉച്ചകോടി വേദി തിരുവനന്തപുരമാണ്. ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം. രാജ്യത്ത് ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരളമാണ്. ജല ബഡ്ജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരളമാണ്. കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്ക് മികവിന് ആദ്യമായി ഏർപ്പെടുത്തിയ കാർബൺ ന്യൂട്രൽ വിശേഷ് ദേശീയ പുരസ്കാരം നേടിയ പഞ്ചായത്ത് ഏതാ ചോദിച്ചാൽ മീനങ്ങാടിയാണ്. വയനാട് ജില്ലയിലെ മീനങ്ങാടി പഞ്ചായത്തിനാണ് കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്ക് മികവിന് ആദ്യമായി ഏർപ്പെടുത്തിയ കാർബൺ ന്യൂട്രൽ വിശേഷ് ദേശീയ പുരസ്കാരം നേടിയ പഞ്ചായത്താണ് മീനങ്ങാടി പഞ്ചായത്ത്. ഓർത്തിരിക്കുക. ഗോൾഡൻ ഗ്ലോബ് റേസ് പൂർത്തിയാക്കിയ ആദ്യ ഏഷ്യക്കാരൻ ആരാ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് അഭിലാഷ് ടോമിയാണ്. പായ്വഞ്ചി ടു ബയാനത്ത്. ഓക്കെ, ഗോൾഡൻ ഗ്ലോബ് റേസ് പൂർത്തിയാക്കിയ ആദ്യ ഏഷ്യക്കാരൻ അഭിലാഷ് ടോമി. ഓക്കെ, 22 പേരുടെ മരണത്തിനിടയാക്കിയ മലപ്പുറം താനൂർ തൂവൽ തീരം ബീച്ചിലുണ്ടായ ബോട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷൻ്റെ പേരാണ് VK മോഹനൻ കമ്മീഷൻ. നീതി ആയോഗിൻ്റെ 2020-21 വർഷത്തെ വാർഷിക ആരോഗ്യ സൂചികയിൽ ഒന്നാമത്തെ സംസ്ഥാനം ഏതാ ചോദിച്ചാൽ അത് കേരളമാണ്. അപ്പോൾ നീതി ആയോഗിൻ്റെ 2020-21 വാർഷിക ആരോഗ്യ സൂചികയിൽ ഒന്നാമത്തെ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. 22 പേരുടെ മരണത്തിനിടയാക്കിയ മലപ്പുറം താനൂർ തൂവൽ തീരം ബീച്ചിലുണ്ടായ ബോട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷനാണ് VK മോഹനൻ കമ്മീഷൻ. ഓർത്തിരിക്കുക.
ഏഷ്യൻ മൗണ്ടൻ ബൈക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് ഇന്ത്യയിൽ എവിടെ വെച്ചാണ് നടക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പൊന്മുടി തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടിയിൽ വെച്ചിട്ടാണ്. ഓക്കെ, ഏഷ്യൻ മൗണ്ടൻ ബൈക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് ഇന്ത്യയിൽ എവിടെ വെച്ചാണ് നടക്കുന്നത്? അത് തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടിയിൽ. ഓർത്തിരിക്കുക. രാജ്യത്തിൻ്റെ അഭിമാനമായ വീരജവാന്മാരുടെ സ്മരണയ്ക്കായി യുദ്ധസ്മാരകം നിലവിൽ വരുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറുവൈക്കൽ തിരുവനന്തപുരം ജില്ലയിലെ ചെറുവൈക്കൽ. ഓക്കെ, ചെറുവൈക്കൽ. ഓർത്തിരിക്കുക. രാജ്യത്തിൻ്റെ അഭിമാനമായ വീരജവാന്മാരുടെ സ്മരണയ്ക്കായി യുദ്ധസ്മാരകം നിലവിൽ വരുന്നത് എവിടെ? ചെറുവൈക്കൽ, തിരുവനന്തപുരം. ആദ്യ സമ്പൂർണ്ണ ഇ ഗവേണൻസ് സംസ്ഥാനം ഓക്കെ കേരളമാണ്. ആദ്യ സമ്പൂർണ്ണ ഇ ഗവേണൻസ് സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഓക്കെ, അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരരാക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ് അനന്യ മലയാളം. എന്താണ് അനന്യ മലയാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരരാക്കുന്നതിനുള്ള പദ്ധതിയുടെ പേരാണ് അനന്യ മലയാളം. മൈ ലൈഫ് ആസ് എ കോംറേഡ് ആരാണ്? കെ ശൈലജ ടീച്ചർ, മുൻ ആരോഗ്യമന്ത്രി കെ ശൈലജ ടീച്ചറുടെ ആത്മകഥയാണ് മൈ ലൈഫ് ആസ് എ കോംറേഡ് എന്ന് പറയുന്ന മുൻ ആരോഗ്യമന്ത്രി കെ ശൈലജ ടീച്ചറുടെ ആത്മകഥയാണ്. കേരളത്തിലെ ആദ്യ വനിതാ ട്രാൻസ്ജെൻഡർ അഭിഭാഷകയാണ് പത്മാലക്ഷ്മി. ഓക്കെ, കേരളത്തിലെ ആദ്യ വനിതാ ട്രാൻസ്ജെൻഡർ അഭിഭാഷകയാണ് പത്മാലക്ഷ്മി. കേരളത്തിലെ ആദ്യമായി സ്രാങ്ക് ലൈസൻസ് നേടിയ വനിതയാണ് എസ് സന്ധ്യ എന്ന് പറയുന്ന വ്യക്തി. കേരളത്തിലെ കേന്ദ്ര സർവകലാശാലയുടെ ആദ്യ ഓണററി ഡോക്ടറേറ്റ് നേടിയത് ആരാ ചോദിച്ചാൽ അത് പി ടി ഉഷയാണ്. അപ്പോൾ കേരളത്തിലെ ആദ്യ വനിതാ ട്രാൻസ്ജെൻഡർ അഭിഭാഷക പത്മാലക്ഷ്മി. കേരളത്തിലെ ആദ്യത്തെ സ്രാങ്ക് ലൈസൻസ് നേടിയ വനിത എസ് സന്ധ്യ. കേന്ദ്ര സർവകലാശാലയിലെ ആദ്യത്തെ ഓണററി ഡോക്ടറേറ്റ് നേടിയത് പി ടി ഉഷയാണ്. മലബാറിലെ ആദ്യത്തെ ഫിഷറീസ് കോളേജ് പയ്യന്നൂർ. മലബാറിലെ ആദ്യത്തെ ഫിഷറീസ് കോളേജ് പയ്യന്നൂർ. ഗോൾഡൻ ഗ്ലോബ് റേസ് പൂർത്തിയാക്കിയ ആദ്യ ഏഷ്യക്കാരൻ അഭിലാഷ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തു. ഓർത്തിരിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വസ്തുതകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സൗരയൂഥത്തിലെ ചൊവ്വാഗ്രഹത്തിനും വ്യാഴത്തിനും ഇടയ്ക്ക് കാണപ്പെട്ട ചിഹ്നഗ്രഹ മേഖലയിൽപ്പെട്ട 33,928 എന്ന നമ്പറിലുള്ള ചിഹ്നഗ്രഹത്തിന് ഏത് മലയാളിയുടെ പേരാണ് നൽകിയത് ചോദിച്ചാൽ അത് അശ്വിൻ ശേഖർ. അപ്പോൾ സൗരയൂഥത്തിലെ ചൊവ്വാഗ്രഹത്തിനും വ്യാഴത്തിനുമിടയിൽ കാണപ്പെടുന്ന ചിഹ്നഗ്രഹ മേഖലയിൽപ്പെട്ട 33,928 എന്ന നമ്പറുള്ള ചിഹ്നഗ്രഹത്തിന് ഏത് മലയാളിയുടെ പേരാ കൊടുത്തു ചോദിച്ചാൽ അത് അശ്വിൻ ശേഖർ. കുടുംബശ്രീ സംസ്ഥാന കലോത്സവം അരങ്ങ് 2023 ഒരുമയുടെ പലമ. അപ്പോൾ അരങ്ങ് 2023 ഒരുമയുടെ പലമ എന്ന പേരിൽ സംഘടിപ്പിച്ചത് ഏത് ജില്ലയിലാ ചോദിച്ചു കഴിഞ്ഞാൽ അത് തൃശ്ശൂരാണ്. ഒന്നാമതെത്തിയത് കാസർഗോഡാണ്. അപ്പോൾ ചോദ്യം വരും. കുടുംബശ്രീയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കുടുംബശ്രീ സംസ്ഥാന കലോത്സവം അതിൻ്റെ പേരാണ് അരങ്ങ് 2023 ഒരുമയുടെ പലമ എന്ന പേരിൽ സംഘടിപ്പിക്കപ്പെട്ടത് ഏത് ജില്ലയിലാണ് ചോദിച്ചാൽ തൃശ്ശൂരാണ്. ഒന്നാം സ്ഥാനം നേടിയതാരാണ്? കാസർഗോഡാണ്. കുടുംബശ്രീയുടെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി തുടങ്ങിയ ഓൺലൈൻ റേഡിയോ ആണ് റേഡിയോ ശ്രീ. അപ്പോൾ കുടുംബശ്രീയുടെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി തുടങ്ങിയ ഓൺലൈൻ റേഡിയോ സംവിധാനമാണത് റേഡിയോ ശ്രീ. കേരളത്തിൽ കുടുംബശ്രീ ദിനം എന്നാ ചോദിച്ചാൽ അത് മെയ് 17 കേരളത്തിൽ കുടുംബശ്രീ ദിനം എന്ന് പറയുന്നത് മെയ് 17. സംസ്ഥാനത്തെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 20 ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് മിതമായ നിരക്കിലും അതിവേഗ ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കുന്ന കെ ഫോൺ കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് എന്ന് പറയുന്ന കെ ഫോൺ പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ 2023 ജൂൺ മാസം 5-ാം തീയതിയാണ് കെ ഫോൺ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. സംസ്ഥാനത്തെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 20 ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യമായി മറ്റുള്ളവർക്ക് മിതമായ നിരക്കിലും അതിവേഗ ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാകുന്ന കെ ഫോൺ പദ്ധതി ചോദ്യം വന്നിട്ടുണ്ട്. ഓർത്തിരിക്കുക. കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് 2023 ജൂൺ 5-നാണ് ഉദ്ഘാടനം ചെയ്തത്. 2023 ജൂണിൽ തിരുനെല്ലിയിൽ കണ്ടെത്തിയ പുതിയ ഇനം ചിലന്തിയുടെ പേരാണ് എന്താണ്? ഡ്രോപ്പോസ സെബാസ്റ്റ്യാനി. എവിടെയാണ്? തിരുനെല്ലി, വയനാട് ജില്ലയിലെ തിരുനെല്ലിയിലാണ് കണ്ടെത്തിയത്. ഇത് ഒരു ചിലന്തിയാണ്, ഡ്രോപ്പോസ സെബാസ്റ്റ്യാനി. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി തയ്യാറാക്കിയ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാ ചോദിച്ചാൽ കേരളമാണ്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഓഫ് ഇന്ത്യ തയ്യാറാക്കിയ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ ഒന്നാമത്തെ ജില്ല ഏതാ ചോദിച്ചാൽ കേരളമാണ്. സംസ്ഥാനം ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ കേരളമാണ്. കേരളത്തിലെ സമ്പൂർണ്ണ ഇൻഷുറൻസ് വാർഡ് ഏതാണ്? സമ്പൂർണ്ണ ഇൻഷുറൻസ് വാർഡാണ് കലങ്ങുമുകൾ പുനലൂർ നഗരസഭയാണ്. കലങ്ങുമുകൾ പുനലൂർ നഗരസഭ കേരള സംസ്ഥാനത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് വാർഡാണ് കലങ്ങുമുകൾ പുനലൂർ നഗരസഭയാണ്. ഓർത്തിരിക്കുക. അടുത്ത് നിലവാരമറിഞ്ഞ് കഴിക്കാം ഈറ്റ് റൈറ്റ് കേരള. ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഹോട്ടലുകളുടെ വിവരങ്ങൾ ലഭ്യമാക്കാനായി സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറേറ്റ് തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് ഈറ്റ് റൈറ്റ് കേരള. അപ്പോൾ ഈറ്റ് റൈറ്റ് കേരള എന്ന് പറയുന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് തയ്യാറാക്കിയ ഒരു ആപ്ലിക്കേഷനാണ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഹോട്ടലുകളുടെ വിവരങ്ങൾ ലഭ്യമാക്കാനായി സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറേറ്റ് തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേരാണ് ഈറ്റ് റൈറ്റ് കേരള. ഓർത്തിരിക്കുക. അടുത്തത് KSRTCയിൽ വരുത്തിയ ക്രിയാത്മക പരിഷ്കാരങ്ങൾക്ക് ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് പബ്ലിക് ട്രാൻസ്പോർട്ട് അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ച UATPയുടെ ആസ്ഥാനം ഏതാ വെച്ച് കഴിഞ്ഞാൽ ബെൽജിയമാണ്. അപ്പോൾ KSRTCയിൽ വരുത്തിയ ക്രിയാത്മക പരിഷ്കാരങ്ങൾക്ക്
ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ചു. ഓക്കെ, UATPയുടെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബെൽജിയം ആസ്ഥാനമാക്കിയ UATP എന്താണ് ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ചു. UITPയുടെ ആസ്ഥാനം എവിടെയാണ്? ബെൽജിയമാണ്. അപ്പോൾ KSRTCയിൽ വരുത്തിയ ക്രിയാത്മക പരിഷ്കാരങ്ങൾക്ക് ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് പബ്ലിക് ട്രാൻസ്പോർട്ട് അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ചു. ഓക്കെ, അത് UATPയുടെ ആസ്ഥാനം എവിടെയാണ്? ബെൽജിയമാണ്. എൻ്റെ പ്രിയ കഥകൾ എന്ന പുസ്തകം രചിച്ചതാണ് PS ശ്രീധരൻ പിള്ളയാണ്. എൻ്റെ പ്രിയ കഥകൾ എന്ന പുസ്തകം രചിച്ചതാണ് PS ശ്രീധരൻ പിള്ളയാണ്. കലാശാസനകൾക്ക് കീഴടങ്ങാത്ത ദക്ഷായണി വേലായുധൻ രചിച്ചത് എന്താണ്? ചെറായി ദാമസാബ്. കാലശാസനകൾക്ക് കീഴടങ്ങാത്ത ദക്ഷായണി വേലായുധൻ. കാലശാസനകൾക്ക് കീഴടങ്ങാത്ത ദക്ഷായണി വേലായുധൻ രചിച്ചതാരാണ്? ചെറായി രാമദാസ്. ഓർത്തിരിക്കുക. ഏറ്റവും വേഗത്തിൽ 100 കോടി ക്ലബിൽ ഇടം നേടിയ മലയാള സിനിമയാണ് 2018. ഏറ്റവും വേഗത്തിൽ 100 കോടി ക്ലബിൽ ഇടം നേടിയ മലയാള സിനിമ 2018. സംസ്ഥാനത്തെ ആദ്യ ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച കലക്ട്രേറ്റ് ഏതാ ചോദിച്ചാൽ അത് കോട്ടയം കലക്ട്രേറ്റ് ആണ്. സംസ്ഥാനത്തെ ആദ്യ ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കലക്ട്രേറ്റ് ആണ് കോട്ടയം. സംസ്ഥാനത്തെ ആദ്യ ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കലക്ട്രേറ്റ് ആരാണ്? ഏതാണ് അത് കോട്ടയം കലക്ട്രേറ്റ് ആണ്. കേരള നിയമസഭാ മന്ദിരം രജത ജൂബിലി ആഘോഷങ്ങൾ മെയ് 22 ഉദ്ഘാടനം ചെയ്ത ആരാ ചോദിച്ചാൽ അത് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ. അപ്പോൾ നമ്മുടെ ഉപരാഷ്ട്രപതി ആരാണ്? ജഗദീപ് ധൻകർ ആണ്. അദ്ദേഹമാണ് കേരള നിയമസഭാ മന്ദിരത്തിൻ്റെ രജത ജൂബിലി ആഘോഷങ്ങൾ മെയ് 22 2023 മെയ് 22 രജത ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തതാണ് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാം വിജ്ഞാന കേന്ദ്രവും ബഹിരാകാശ മ്യൂസിയവും നിലവിൽ വരുന്ന എവിടെ ചോദിച്ചാൽ അത് കവടിയാറാണ്. തിരുവനന്തപുരത്തെ കവടിയാറാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാം വിജ്ഞാന കേന്ദ്രവും ബഹിരാകാശ മ്യൂസിയവും നിലവിൽ വരുന്ന എവിടെയാണ്? കവടിയാർ തിരുവനന്തപുരം. ONV കുറുപ്പിൻ്റെ അക്ഷരം എന്ന കവിതാ സമാഹാരം അക്ഷര എന്ന പേരിൽ കന്നഡയിലേക്ക് മൊഴിമാറ്റിയതാരാ ചോദിച്ചാൽ ഡോക്ടർ സുഷമാ ശങ്കറാണ്. അപ്പോൾ ONV കുറുപ്പിൻ്റെ അക്ഷരം എന്ന കവിതാ സമാഹാരം അക്ഷര എന്ന പേരിൽ കന്നഡയിലേക്ക് മൊഴിമാറ്റിയത് സുഷമാ ശങ്കർ. ആരാണ്? സുഷമാ ശങ്കറാണ്. ഓർത്തിരിക്കുക. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. 2023 ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരം നേടിയ മലയാളി വനിതയാണ് ഗീത AR. അവർ നഴ്സാണ്. അപ്പോൾ 2023 ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരം നേടിയ മലയാളി വനിതയാണ് ഗീത AR. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് അംഗമായി സത്യപ്രതിജ്ഞ ചെയ്ത് നികിത ജോബി. വടക്കേക്കര ഗ്രാമപഞ്ചായത്താണ് നികിത ജോബി. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തത് നികിത ജോബി, വടക്കേക്കര ഗ്രാമപഞ്ചായത്ത്. രക്തദാനത്തിനായി അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല കേരള സർവകലാശാല. രക്തദാനത്തിനായി അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യ സർവകലാശാലയാണ് കേരള സർവകലാശാല. ഓർത്തിരിക്കുക. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ആരംഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ആരംഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനവും കേരളം തന്നെയാണ്. സംസ്ഥാനത്തെ കോർപ്പറേഷനുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ ക്ലീൻ കോർപ്പ്. അപ്പോൾ ക്ലീൻ കോർപ്പ് വിജിലൻസിൻ്റെ ഒരു ഓപ്പറേഷനായിരുന്നു. സംസ്ഥാനത്തെ കോർപ്പറേഷനുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ ക്ലീൻ കോർപ്പ്. അപ്പോൾ നമ്മൾ നോക്കിയത് 2023 കറണ്ട് അഫെയർ വസ്തുതകളാണ്. ഇതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാൻ വരുന്ന എക്സാമിന്. അപ്പോൾ മനസ്സിരുത്തി കാണുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ തൊട്ടടുത്ത പാർട്ട് നമുക്ക് കാണാം. താങ്ക്